നിത്യാഭ്യാസി ആനയെ എടുക്കുമോ? ആനയെ എടുക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? മനുഷ്യന്റെ 75 മടങ്ങ് ഭാരവും ശക്തിയുമുള്ള ആനയെ അവന് പൊക്കാൻ സാധിക്കുമോ? കഥയിൽ ആനയെ പൊക്കിയ ഒരാളുണ്ട്, ബഷീറിന്റെ ആനവാരി രാമൻ നായർ. ജീവിതത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരാളെ പറ്റി കേട്ടിട്ടില്ല. ആനയുടെ അടുത്ത് പോകാൻ തന്നെ പേടിയുള്ളപ്പോഴല്ലേ അതിനെ പൊക്കുന്ന കാര്യം പറയുന്നത്. എന്നാൽ ആനയെ പൊക്കാൻ കഴിയും. പക്ഷെ പൊക്കുന്ന ആൾ നിത്യാഭ്യാസി ആയിരിക്കണം. വെറും അഭ്യാസി ആയതുകൊണ്ട് കാര്യമില്ല, നിത്യാഭ്യാസി തന്നെ ആയിരിക്കണം. എവിടെ കിട്ടും അങ്ങനെ ഒരാളെ? അങ്ങനെ ഒരാൾ ഈ ഭൂമുഖത്തുണ്ടാവുമോ? നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട് അങ്ങനെയുള്ള ആളുകൾ. നിത്യാഭ്യാസം കൊണ്ട് ആനയെ പോലും എടുക്കാൻ സാധിക്കുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തവർ. മെരുക്കിയാൽ മെരുകും മെരുങ്ങും എന്ന പാഠം സ്വന്തം ജീവിതം കൊണ്ട് ലോകത്തെ പഠിപ്പിച്ചവർ. ജീവനുള്ള ആനയെ അല്ല അവർ പൊക്കിയെടുത്തത്, അതിലും എത്രയോ ഇരട്ടി ഭാരവും ശക്തിയുമുള്ള ജീവിത പ്രശ്നങ്ങളെയാണ്. ആ പ്രശ്നങ്ങളോട് ഏറ്റുമുട്ടി അവയെ മറികടന്ന് വിജയം വരിച്ചപ്പോഴാണ് അവർ ആനയെ എടുത്തത്. അതിന് അവരെ സഹായിച്ച അവരുടെ നിത്യാഭ്യാസം എന്തായിരുന്നു? അത് നിരന്തരമായ പരിശ്രമവും ആത്മസമർപ്പണവുമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. ഏറ്റവും ഭയാനകവും അസാധ്യവുമെന്ന് തോന്നുന്നതുമായ ജോലികൾ പോലും നിരന്തരമായ പരിശീലനത്തിലൂടെ, പരിശ്രമത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് അവർ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു. ഇനി എന്താണ് ആനയെ പോലും പൊക്കാൻ കഴിയുന്ന ഈ നിത്യാഭ്യാസം? എന്താണ് അതിന്റെ മോഡസ് ഒപ്പറാണ്ടി? മെല്ലെ തിന്നാൽ പനയും തിന്നാം എന്ന പഴഞ്ചൊല്ലിലുണ്ട് അതിന്റെ ഉത്തരം. ഓരോ ദിവസത്തെയും അഭ്യാസം തലേന്നത്തേതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അങ്ങനെ ദിവസവുമുള്ള അഭ്യാസം ക്രമേണ മികവിലേക്ക് നയിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ടു പോവുകയും നിത്യവുമുള്ള അഭ്യാസം തുടരുകയും ചെയ്യണം. ആനയെ എടുക്കണമെങ്കിൽ ആദ്യം അതിന്റെ ശക്തി എത്രയുണ്ടെന്ന് നാം മനസ്സിലാക്കണം. അതുമാത്രം പോരാ, എവിടെ പിടിച്ചാലാണ്, എങ്ങനെ പൊക്കിയാലാണ് ആനയെ എടുക്കാൻ കഴിയുക എന്നതും അറിഞ്ഞു വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങളെ പറ്റി നാം മനസ്സിലാക്കുകയും അറിഞ്ഞു വെക്കുകയും ചെയ്യണം. എങ്ങനെ അത് പരിഹരിക്കണമെന്ന ഉറച്ച ബോധ്യവും നമ്മുടെ ഉള്ളിലുണ്ടാവണം. പരിശ്രമങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങൾ മുൻകൂട്ടി കണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങൾ നേരത്തെ തന്നെ കണ്ടുവെക്കണം. ലോകത്ത് പരിഹരിക്കാൻ കഴിയാത്തതായി ഒരു പ്രശ്നവുമില്ല. അത് ആനയോളം വലിപ്പമുള്ളതായാൽ അതിനു വേണ്ടത് ചങ്കുറപ്പാണ്. ഏത് ആനയെയും തളക്കാനും വേണമെങ്കിൽ എടുത്തു പൊക്കാനും നിത്യാഭ്യാസം എന്ന മെയ്വഴക്കം മാത്രം മതി. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, സ്ഥിരമായ പരിശ്രമത്തിന്റെ, നിതാന്ത ജാഗ്രതയുടെ ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തൽ. ഈ തത്വം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ കഴിവുകൾ അൺലോക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയും. അവ എത്ര വലിയ വെല്ലുവിളിയായി നമുക്ക് തോന്നിയാലും ജീവിത പ്രശ്നങ്ങളാവുന്ന ആനയെ എടുക്കുന്ന നിരന്തര പരിശ്രമത്തിന്റെ നിത്യാഭ്യാസികളാവുക. അപ്പോൾ ഏത് ആനയും ഒളിയാനയായി മാറും.